നമസ്കാരം. ഓം വിഷ്ണുവായേ നമ. കർമ്മമെല്ലാം ഒടുങ്ങിയൻ ദേഹമേ മണ്ണിൽ വീഴുന്ന നേരത്തിൽ മായനേ മൃത്യുഭീതി അകറ്റുവാൻ നിന്നുടെ കൈവിരലാലെ എന്നെ തലോടണേ. വിഷ്ണുവായ നമ. എല്ലാ വിഷ്ണുവായ ഭക്തർക്കും എൻ്റെ നമസ്കാരം. സ്വാമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് വിഷ്ണുമായ ചാത്തൻ സ്വാമിക്ക് നേദ്യം വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരുക്കങ്ങൾ എങ്ങനെയെന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ സംസാരം. അതായത് സ്വാമിക്ക് നമ്മൾ നേദ്യം വയ്ക്കുമ്പോൾ അപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരമൊക്കെ നേദ്യം വയ്ക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ഗുരു മുഖാന്തരം അവരുടെ അനുസരണ അനുസരിച്ച് നേദ്യം വയ്ക്കുന്നവരുണ്ടാവാം. അങ്ങനെ പല പല രീതിയിൽ നേദ്യം വയ്ക്കുന്നവരുണ്ടാവാം. അപ്പോൾ എങ്ങനെ തന്നെ ആയാലും സ്വാമിക്ക് നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ കയ്യിൽ ഇത്രയേ ഉള്ളൂ, ഭഗവാൻ ഇത്രയേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ചെയ്യുന്ന പലരും ഉണ്ടാവാം. ഒന്നിനെ നമുക്ക് തെറ്റായിട്ട് എടുക്കാൻ പറ്റത്തില്ല. അല്ലേ? വെച്ച് പറഞ്ഞ കണക്ക് നമുക്ക് ഈ തെറ്റും ശരിയും കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളന്മാരുള്ളതുകൊണ്ടാണല്ലോ പോലീസുകാർക്ക് ജോലിയുള്ളത് എന്ന് പറയുന്ന പോലെ നമുക്ക് ശരിയും തെറ്റും അവർ എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ ഭഗവാനെ, എന്നെ കൊണ്ട് ഇത്രയേ പറ്റുള്ളൂ ഭഗവാനെ, ഇത് സ്വീകരിച്ചാലും എന്ന് പറഞ്ഞാൽ വയ്ക്കുന്ന പലരും ഉണ്ടാവും ഭഗവാനെ. മറ്റ് മൂർത്തികളെ പിടിച്ച് കുറച്ച് വ്യത്യസ്തമാണ് സ്വാമിയുടെ കാര്യങ്ങളെങ്കിൽ തന്നെയും. അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ എത്രത്തോളം വലുതായാലും ചെറുതായാലും അതിൻ്റെ ശുദ്ധിവൃത്തികൾ പാലിക്കേണ്ടതുണ്ട്. വളരെ പവിത്രമായ സാധനം, ശുദ്ധമായ സാധനം, വൃത്തിയുള്ള സാധനം സ്വാമിക്ക് നേദ്യത്തിൽ വയ്ക്കാം. അതിൽ നമുക്ക് വയ്ക്കുന്ന പാത്രങ്ങളായാലും മറ്റു കാര്യങ്ങളെല്ലാം വളരെ വൃത്തിയോടുകൂടി നല്ല ശുദ്ധിയോടുകൂടി വയ്ക്കണം സ്വാമിയുടെ മുമ്പിൽ വയ്ക്കുമ്പോൾ. മനസ്സിലായില്ലേ? പിന്നെ നിലവിളക്ക്, ഇപ്പോൾ ചിലർക്ക് ചില ഡെയിലി രാവിലെയും വൈകുന്നേരത്തും വിളക്ക് വൃത്തിയാക്കി സ്വാമിക്ക് വയ്ക്കുന്നവരുണ്ടാവാം, വിളക്ക് മറ്റ് സാധനങ്ങളെല്ലാം. പക്ഷേ അതല്ലെങ്കിൽ രാവിലെ വൈകിട്ടോ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും വിളക്കൊക്കെ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി വേണം സ്വാമിക്ക് മുമ്പിൽ വയ്ക്കാൻ. അതുപോലെ തന്നെ വളരെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ നെയ്യ് വെച്ച് വിളക്ക് കത്തിക്കുന്നവരുണ്ടാവാം. അപ്പോൾ നമ്മൾ നെയ്യ് വെച്ച് വിളക്ക് കത്തിക്കുമ്പോൾ നമ്മൾ നല്ല ശുദ്ധമായ നെയ്യ്, എണ്ണ വെച്ച് കത്തിക്കുമ്പോൾ ശുദ്ധമായ എള്ളെണ്ണയോ ചിലപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ആയിരിക്കും, എല്ലാം ശുദ്ധമായിട്ടുള്ളതായിരിക്കണം. ഇപ്പം നമ്മളിപ്പോൾ പൊതുവിൽ നമ്മൾ ഈ വിളക്കെണ്ണ അങ്ങനെയൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ വളരെ ശുദ്ധത വളരെ കുറവാണ്. ഇപ്പോൾ നമ്മുടെ ആരെയും ഒരു കമ്പനിക്കാരെയൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷേ ശുദ്ധത കുറവാണ്. അപ്പോൾ വയ്ക്കുമ്പോൾ നെയ്യായാലും വെളിച്ചെണ്ണ ആയാലും വിളക്കെണ്ണ എന്ന് പറയുന്നത് എള്ളെണ്ണ ആയിരിക്കണം, നല്ലെണ്ണ ആയിരിക്കണം. അങ്ങനെ വളരെ വൃത്തിയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യണം. പാത്രങ്ങളൊക്കെ വളരെ ശുദ്ധിയായിട്ട് വയ്ക്കണം, വൃത്തിയായിട്ട് വയ്ക്കണം. സ്വാമിയെ വെച്ചിരിക്കുന്ന ഫോട്ടോ ആയിരിക്കാം, ആ ഇരിപ്പിടങ്ങളൊക്കെ നല്ല വൃത്തിയായിരിക്കണം. അപ്പോൾ യാതൊരുവിധ വൃത്തികേടും ഉണ്ടാവരുത്. ഇത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രത്യേകിച്ചൊന്നുമല്ല, നമ്മുടെ മനസ്സിൻ്റെ ഒരു തൃപ്തിയാണത്. ഓരോ ദിവസവും വൃത്തിയായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു വൃത്തി നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മനസ്സിലും നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ വരുമാനത്തിലും എല്ലാ കാര്യങ്ങളിലും അത് പ്രതിഫലിച്ച് നിൽക്കും. വൃത്തി പ്രധാനമാണല്ലോ. നമുക്കിപ്പോൾ ഞാൻ നിങ്ങളോട് തന്നെ പറയേണ്ട ആവശ്യമില്ല, അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം. അത് വേണം, വൃത്തിയായിട്ട് വേണം. ഒരു പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കി, അതിൻ്റെ തട്ടമൊക്കെ കഴുകി വൃത്തിയാക്കി, വിളക്കൊക്കെ നല്ലോണം തേച്ച് വൃത്തിയാക്കി, കിണ്ടിയും മറ്റേ ചന്ദനത്തിന് കുത്തുന്ന അതൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ച് വയ്ക്കുമ്പോൾ നമ്മൾ വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെതായ ഒരു പ്രഭ, ഒരു ഐശ്വര്യം നമ്മുടെ മനസ്സിൽ നിറഞ്ഞിരിക്കും. ആ ഐശ്വര്യം നമ്മുടെ ജീവിതത്തിലും മുൻപോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ ദൈനംദിന ജീവിതത്തിലും നമ്മുടെ വരുമാനങ്ങളിലും എല്ലാം ആ ഒരു പ്രത്യേകത. ഇപ്പം നഖം നന്നായാലേ മുഖം നന്നാവൂ എന്ന് പറയുന്ന പോലെ വൃത്തി പ്രധാനമാണ്. നമ്മളിപ്പം പൊതുവിൽ നമ്മൾ പുറത്തിറങ്ങുമ്പോഴായാലും നമുക്ക് വൃത്തി എന്ന് പറയുന്നത് മറ്റുള്ളവർ കാണുമ്പോൾ നമുക്ക് ആ ഒരു വൃത്തി കാണുമ്പോൾ അവർക്കൊരു നമ്മളെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടാവുമല്ലോ, ഇന്ന ആളിനെ കുറിച്ച് നല്ല വൃത്തിയാണ്. നമ്മൾ ധനത്തിൽ ചിലപ്പോൾ പിന്നിലോട്ടായിരിക്കും മറ്റു കാര്യങ്ങൾ, പക്ഷേ നമ്മൾ ശുദ്ധി വൃത്തിയിൽ നിന്ന് നമ്മുടെ സംസാരം, നമ്മുടെ ഡിസ്കഷനൊക്കെ നല്ല പോസിറ്റീവായിട്ട് വരും. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അങ്ങനെ പുരോഗമനം ഉണ്ടാവും ആ ഒരു വൃത്തി എന്ന് പറയുന്ന കാര്യത്തിൽ. അതുപോലെ തന്നെ സ്വാമിയുടെ കാര്യത്തിലായാലും നല്ല ശുദ്ധി, വൃത്തി എല്ലാ കാര്യങ്ങളിലും. സ്വാമിയെ വിഗ്രഹം വയ്ക്കുന്നവരാണെങ്കിലും അതല്ല പിന്നെ ഫോട്ടോ വെച്ചിരിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ നിലവിളക്ക് മാത്രം വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടാവാം. വലിയ പിന്നെ സ്വാമിയുടെ ഒരു ആരംഭകാലത്ത്, അതായത് സ്വാമിയുടെ മൂലസ്ഥാനം എന്ന് പറയുന്ന ഏറ്റവും വലിയ മൂലസ്ഥാന ക്ഷേത്രങ്ങളിൽ പോലും വിഗ്രഹം പോലും ഇല്ലാതെ നിലവിളക്ക് വെച്ച് കത്തിക്കുന്ന അല്ലെങ്കിൽ ഫോട്ടോ വെച്ച് കത്തിക്കുന്ന അതാണ് പാരമ്പര്യമൊക്കെയാണ് ഉള്ളത്. പിന്നെ അതിനുശേഷമാണ് ഇങ്ങോട്ടെല്ലാം വിഗ്രഹമൊക്കെ അങ്ങനെ ആയി, അതിൽ ആവാഹിച്ചു, പിന്നെ പീഠത്തിൽ ആവാഹിച്ചു, അങ്ങനെയൊക്കെ വന്നിട്ടുള്ളത്. നിലവിളക്ക് മാത്രം വെച്ച് ആരാധിക്കുന്നവരും വളരെ നല്ല രീതിയിൽ ആരാധിക്കുന്നവരും പവർഫുള്ളായിട്ട് മുമ്പോട്ട് പോകുന്നവരും ഉണ്ട്. അപ്പോൾ ഈ ശുദ്ധിവൃത്തികളും കാര്യങ്ങളും ആദ്യമേ തന്നെ വേണം എന്ന് ഓർമ്മിപ്പിക്കാനാണ് എല്ലാവരോടും ഇന്നത്തെ ഒരു സ്വാമിയുടെ ഒരു മെസ്സേജ്.
ഓക്കെ, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിനു മുൻപുള്ള വീഡിയോകൾ എന്തെങ്കിലുമൊക്കെ കാണണമെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കാം. എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. വിഷ്ണുമായ സ്വാമി അനുഗ്രഹിക്കട്ടെ. ഓം വിഷ്ണുമായ നമഃ.